ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു വിജയലക്ഷ്മിക്കായിട്ട് ചായ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗീതു ഇങ്ങനെ പറയാണ്, ഒരു ഫ്രണ്ടിൻ്റെ സ്വാതന്ത്ര്യമൊന്നുമല്ല അർക്കൽ വീട്ടിൽ അവളെ എടുക്കുന്നത്. ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്, അതെല്ലാം അവൾ സ്വന്തമാക്കി. ഞാൻ ഒരു നോക്കുകുത്തിയെ പോലെ നിൽക്കേണ്ടി വന്നു. ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന നൃത്തം പോലും ഒരു മത്സരമായിട്ട് അവൾ എടുത്തു. വിജയലക്ഷ്മി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ശിവരഞ്ജിനി കാരണം ഗീതു എത്രമാത്രം വിഷമിക്കുന്നു എന്ന കാര്യം. അപ്പോൾ ഗീതു ആ ചായം കൊണ്ടിട്ട് വരികയാണ്. എന്നിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നല്ല സ്ട്രോങ് ടീ ആണ്, ഇതങ്ങ് കുടിച്ചിട്ട് എൻ്റെ സ്ട്രോങ് ക്വസ്റ്റ്യന് ഒരു മറുപടി പറയണമെന്ന് പറയണേ. അപ്പോൾ തന്നെ വിജയലക്ഷ്മി ഇങ്ങനെ വേർത്തൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വിജയലക്ഷ്മിയോടായിട്ട് ഗീതു ചോദിക്കുകയാണ്, അമ്മയും രഞ്ജുവുമായിട്ട് എന്താണ് റിലേഷൻ എന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി ആകെ പരിഭ്രമിക്കുകയാണ് കേട്ടോ. എനിക്കൊരു റിലേഷനും ഇല്ല, നീ ഈ പറയുന്നതല്ലാതെ എനിക്ക് ആ കുട്ടിയെ കുറിച്ചിട്ടൊന്നും അറിയില്ല എന്ന് പറയണേ. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, എന്നിട്ടാണോ കണ്ണേട്ടനായിട്ട് ആ കുട്ടിയുമായിട്ടുള്ള കാര്യത്തെ ചൊല്ലി വഴക്കിട്ടേ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഗോവിന്ദിൻ്റെ സുഹൃത്താണ് ആ കുട്ടിയെ കുറിച്ചിട്ട് എന്നോട് പറഞ്ഞത്. അവൾ അറക്കൽ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം നിനക്കുണ്ടായ വിഷമത്തെ കുറിച്ചിട്ട് ഞാൻ ഗോവിന്ദനോട് സൂചിപ്പിച്ചു. അപ്പോഴാണ് അവൻ അത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് കേട്ടോ വിജയലക്ഷ്മി. ഇത് സത്യമാണെന്ന് ഞാൻ കരുതിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഇതല്ലാതെ നീ എന്താ കരുതിയിരിക്കുന്നതെന്ന് വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ, എനിക്ക് എന്ത് വേണമെങ്കിലും ഊഹിക്കാലോ. ഉദാഹരണത്തിന് അമ്മയുടെ മകളാണ് രഞ്ജു എന്ന് പോലും ഊഹിക്കാം. അതിനുള്ള കാരണം കൂടി പറഞ്ഞേക്കാം. ആദ്യം ഞാൻ അവളെ കാണുമ്പോൾ ഗോവിന്ദേട്ടനുമായിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അവരുടെ ബഹളം ഞാൻ കണ്ടിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെ കണ്ണേട്ടന് അമ്മയോട് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതിന് കാരണവും രഞ്ജു ആണെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് പറയുമ്പോൾ, നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ ഗീതു എന്ന് പറയാനുണ്ട് വിജയലക്ഷ്മി. സത്യം പറയേണ്ടവർ സത്യം പറയാതിരുന്നാൽ എഴുതാപ്പുറം വായിക്കാനേ എനിക്ക് പറ്റുമെന്ന് പറയാൻ കേട്ടോ നമ്മുടെ ഗീതു. തുടർന്ന് വിജയലക്ഷ്മിയോടായിട്ട് ഗീതു പറയുന്നുണ്ട്, കടുപ്പം വല്ലാണ്ടായി എന്ന് ചോദിക്കുമ്പോൾ, അല്ല ചായയുടെ കടുപ്പം വല്ലാണ്ടായി, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കറക്റ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. അതിനുശേഷം വിജയലക്ഷ്മി ആകെ ഡള്ളായിട്ട് ദൈവത്തിനോട് നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ശിവരഞ്ജിനി ആരാണെന്നറിഞ്ഞാൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങളുടെ പൂട്ട് തുറക്കും. ശിവ ആരാണെന്നറിഞ്ഞാൽ പിന്നെ എന്നെ ഒരു വഞ്ചകിയായിട്ട് ഗീതു കരുതൂ. ശത്രുക്കളിൽ നിന്ന് ചെറുത്ത് നിൽക്കാൻ ഗീതുവിനുള്ള ശക്തിയൊന്നും എൻ്റെ മകൾക്കില്ല എന്നറിഞ്ഞൂടെ ദൈവമേ. ശിവ എൻ്റെ ആരാണെന്നറിഞ്ഞാൽ ഗീതുവിനേക്കാളും കൂടുതൽ ശത്രുതയുമായിട്ട് രാധിക അവളെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ നമ്മുടെ വിജയലക്ഷ്മി. തുടർന്ന് ഗീതു പോകുന്ന കാറിന് മുന്നിലേക്ക് ഗോവിന്ദ് നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട് അജാസിനോടായിട്ട്, നിങ്ങളുടെ അളിയ കട്ട കലിപ്പിലാ, എന്നെ ഇപ്പോൾ പിടിച്ച് വിഴുങ്ങുമെന്നാ തോന്നുന്നത് എന്ന് പറയുമ്പോൾ അജാസ് പറയുന്നുണ്ട്, പെങ്ങളെ അളിയനെ വിഴുങ്ങാഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അയ്യോ AGM ഇങ്ങോട്ടേക്ക് നടന്നു വരികയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇറങ്ങാൻ പറയാണ് കേട്ടോ കാറിൽ നിന്ന്. എന്തിനാ കണ്ണേട്ടാ എന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞതെന്ന് പറയണേ. എന്തായാലും നീ തിരിച്ച് ഓഫീസിലേക്കല്ലേ പോകുന്നത്, നമുക്ക് ഒരുമിച്ച് പോവാം, ഇങ്ങോട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോൾ, ഞാൻ ഓഫീസിലേക്കല്ല, എനിക്ക് നല്ല തലവേദനയുണ്ട്, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് കരുതി എന്ന് പറയുമ്പോൾ, നിൻ്റെ തല പൊട്ടിത്തെറിച്ചാലും വേണ്ടില്ല, എൻ്റെ സംസാരം കേട്ടിട്ട് നീ പോയാൽ മതി, ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഗീതുവിനും കൂട്ടി പോവാണേ. എൻ്റെ കാര്യത്തിൽ തലയിടാൻ വന്ന വലിയ ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ, എനിക്ക് തലയിടാൻ ഒരു ബുദ്ധിമുട്ടില്ല കണ്ണേട്ട എന്ന് പറയാൻ കേട്ടോ ഗീതു. നിൻ്റെ കാര്യമല്ല പറഞ്ഞത്, എൻ്റെ കാര്യമാണ്. അത് പിന്നെ എന്ത് ചെയ്യാനാ, ഞാൻ ഭാര്യയായി പോയില്ലേ, ഞാൻ എന്തായാലും കണ്ണേട്ടൻ്റെ കാര്യത്തിൽ തലയിട്ടല്ലേ പറ്റൂ എന്ന് പറയുമ്പോൾ, കൂടെയുള്ളത് ശത്രുപാളയത്തിലെ സ്ഥിരം വിസിറ്റർ ആണെങ്കിൽ ആ ബന്ധം ഒഴിവാക്കുക എന്നതാണ് ബിസിനസ് പോളിസി. അങ്ങനെ തന്നെയാണ് ജീവിതത്തിലും എന്ന് പറയുമ്പം, സെയിം പിഞ്ച്. എൻ്റെയും ചെറുപ്പത്തിലേ ഉള്ള ശീലം അതായിരുന്നു കണ്ണേട്ടാ. ശത്രുക്കളെയും ശത്രുപാളയത്തിലുള്ളവരെയും ഒക്കെ ഞാൻ നന്നായിട്ട് ആക്രമിക്കുമായിരുന്നു. എന്നിട്ട് അവരുടെ വേദന കണ്ടിട്ട് ഞാൻ സന്തോഷിക്കുമായിരുന്നു. ഞാനൊരു ദുഷ്ടയായിരുന്നു കണ്ണേട്ടാ എന്നൊക്കെ പറയണേ നമ്മുടെ ഗീതു. ശത്രുക്കളെ ബന്ധുത്വം കൊണ്ടും സ്നേഹം കൊണ്ടും കീഴടക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് കണ്ണേട്ടനാണ്. ഞാൻ എപ്പോഴാടി നിന്നെ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അത് പ്രവൃത്തിയിലൂടെ എന്നെ പഠിപ്പിച്ചില്ലേ. ബദ്ധ ശത്രുവായ ഭദ്രൻ്റെ മകന് സ്വന്തം അനിയത്തിയെ തന്നെയല്ലേ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അതും പോരാഞ്ഞിട്ട് അയാളുടെ മകളെ കണ്ണേട്ടനും കെട്ടി. അങ്ങനെ പ്രവൃത്തിയിലൂടെ അവരൊക്കെ സ്നേഹിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചത് കണ്ണേട്ടനാ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ അങ്ങ് ചൂടാവാണ് കേട്ടോ. അതുപോലെ തന്നെ വിജയലക്ഷ്മി മാഡത്തെ ഞാനും സ്നേഹിച്ചങ്ങ് വശത്താക്കാൻ, നമ്മുടെ വശത്തേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ,
എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. കണ്ണാട്ട എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്ന പോലെ തന്നെ വിജയലക്ഷ്മി മാഡത്തെയും കണ്ണാട്ട സ്നേഹിക്കണം. രാധികാമ്മയെ പോലെ സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. മരിച്ചുപോയ പെറ്റമ്മയെ പോലെ സ്നേഹിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഷോക്കടിച്ച് നിൽക്കുകയാണേ. നിനക്ക് പല്ല് മാത്രമല്ല നാക്കും കൂടുതലാ. ഈ നാക്കില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും കുറുക്കന്മാർ കൊണ്ടുപോയേനെ എന്ന് പറയുമ്പോൾ എന്നെ ഒരു കള്ള കുറുക്കനെ കല്യാണം കഴിച്ചതെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അവിടുന്ന്. തിരിച്ച് ഗീതു കാറിൽ കയറാൻ നേരം അജാസ് പറയുന്നുണ്ട്, അളിയനെ പറപ്പിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം ഒന്ന് പിടിച്ചു നിന്നു, ഇനി വീട്ടിൽ പോയാൽ എന്താവുമോ എന്നറിയില്ല എന്ന് പറയുമ്പോൾ പെങ്ങൾ അളിയൻ്റെ ജീവനെങ്കിലും ബാക്കി വെക്കണേ എന്ന് പറയാൻ കേട്ടോ അജാസ്. ആലോചിക്കാന്ന് പറഞ്ഞിട്ട് കാറിൽ കയറി അവർ പോവാണേ. തുടർന്ന് ഗോവിന്ദും രഞ്ജുവും കൂടി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണേ. അപ്പോൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് രഞ്ജു ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ മനസ്സ് തുറന്നൊന്ന് സ്നേഹിക്കാൻ കിട്ടുന്ന അവസരമാണ്. മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ഞാൻ ഏട്ടനും നീ അനിയത്തിയും ആണെന്നുള്ള കാര്യം. അവർക്കിടയിൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. ഫുള്ള് തെറ്റിദ്ധാരണകളല്ലേ എന്ന് ചോദിക്കുമ്പോൾ രഞ്ജു പറയുന്നുണ്ട്, അവർ തെറ്റിദ്ധരിക്കുന്നത് കാണാനൊരു രസമല്ലേ. ഞാൻ ഗോവിന്ദേട്ടൻ്റെ ലവറാണെന്ന് പോലും ഗീതു നിൻ്റെ വെപ്രാളത്തിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അവളുടെ ചില നേരത്തെ സംസാരം കേട്ടിക്കാച്ചാൽ എൻ്റെ മനസ്സിൽ പൊള്ളലാണ്. അവളോട് നീ അവളുടെ നാത്തൂനാണെന്ന് പറഞ്ഞാലുള്ള പ്രശ്നമേ ഉള്ളൂ അത് തീരാൻ. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ, എന്ത് ചെയ്യാം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പല പ്രാവശ്യം അവളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് നീ എൻ്റെ പെങ്ങളാണെന്ന് പറയാൻ തോന്നിയതാ എന്ന് പറയുമ്പോൾ എന്നിട്ട് എന്താ ഏട്ടൻ പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഗീതു എങ്ങനെയെങ്കിലും ബാക്കിയുള്ളത് കൂടി തുരക്കാൻ ശ്രമിക്കും. വിജയലക്ഷ്മിയും ഞാൻ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വരെ അവൾ തിരിച്ചറിയും. അവരെൻ്റെ അമ്മയാണെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാണ്. അതുകൊണ്ടാണ് ഗീതുവും വിജയലക്ഷ്മിയും തമ്മിലുള്ള ബന്ധത്തെ ഞാൻ എതിർക്കുന്നതെന്ന് പറയുമ്പോൾ അവരോടുള്ള ഗീതുവിൻ്റെ അടുപ്പം മൂലമാണ് എനിക്കും എതിർപ്പ് എന്ന് പറയാണ് കേട്ടോ രഞ്ജു. കാര്യം ഇത്രയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആദ്യമൊക്കെ ഗോവിന്ദേട്ടനെ എന്നെ കാണുമ്പോൾ അറപ്പും വെറുപ്പും ഒക്കെ ആയിരുന്നല്ലോ, ഇപ്പം എന്താ സ്നേഹിക്കാൻ തോന്നിയത് എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് അന്ന് നടന്ന ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ബർത്ത്ഡേ പരിപാടിക്ക് ഹോട്ടലിൽ സദ്യയൊക്കെ ബുക്ക് ചെയ്ത സമയത്ത് ഇതുവിനെ മാറ്റിയിരുത്തിയിട്ട് ഇവർ ഫുഡ് കഴിക്കുന്ന ആ ഒരു രംഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജുവിൻ്റെ വായെന്നൊക്കെ ചോര വരികയാണ് കേട്ടോ. ആ സമയം രഞ്ജുവിനെയും കൊണ്ടിട്ട് ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി കാറിൽ കയറി പോകുന്നതാണ് നമ്മൾ അന്ന് കണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഗോവിന്ദ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.